ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽഡയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് യോജിച്ച ഒരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പല കാറ്റഗറിയിൽ പെട്ട ആളുകളുണ്ട്. അതായത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ മുടക്കി മെഷീൻസ് ഒക്കെ വാങ്ങിച്ച് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ റീപാക്കിംഗ് ബിസിനസ് എന്ന രീതിയിൽ പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് വാങ്ങിച്ച് റീപാക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുമുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും യോജിച്ച ഒരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അതുകൂടാതെ ബിസിനസിന്റെ ലൈസൻസ് വർക്കുകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈസൻസ് ഒക്കെ എടുക്കണമെങ്കിൽ ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ചന്ദനത്തിരി മാനുഫാക്ചറിങ് ബിസിനസിനെ കുറിച്ചും അതുപോലെ തന്നെ ചന്ദനത്തിരി റീപാക്ക് ചെയ്യുന്നതിനെ കുറിച്ചുമുള്ള ഡീറ്റെയിൽസ് ആണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആളുകൾ ഈ ചന്ദനത്തിരി ഉപയോഗിക്കുന്നുണ്ട്. അതായത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ വീട്ടിലും എല്ലാം ഒരുപാട് ആളുകൾ ചന്ദനത്തിരി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ചന്ദനത്തിരി ഇന്ന് വളരെ കുറച്ച് മാത്രമാണ് നിർമ്മിക്കുന്നുള്ളൂ. നമ്മൾ ഔട്ട്സൈഡ് സ്റ്റേറ്റിൽ നിന്ന് അത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ് എന്തുകൊണ്ട് ചെറുകിട വ്യവസായം എന്ന രീതിയിൽ നമ്മുടെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തുകൂടാം? നമുക്ക് വീട്ടിൽ തന്നെ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, ഒരുപാട് വലിയ വലിയ ബ്രാൻഡുകൾ ഈ ഒരു ചന്ദനത്തിരി ഇറക്കുന്നുണ്ട് എങ്കിലും ആ ബ്രാൻഡുകൾക്കെല്ലാം തന്നെ ഇന്ന് നല്ലൊരു റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പല ആളുകളും, അത് മാത്രമല്ല ഡെയിലി യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, അവരൊക്കെ നമ്മുടെ ചന്ദനത്തിരി വാങ്ങാനായിട്ടുള്ള ചാൻസ് അല്ല. ഇന്ന് പല ആളുകളും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ബ്രാൻഡുകൾ തന്നെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഈ ഒരു ബ്രാൻഡ് നെയിമിൽ ചന്ദനത്തിരി ഇറക്കാനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ അത് നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും, അതല്ല എങ്കിൽ റീപാക്ക് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാം. നിർമ്മിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ മെഷീൻസ് വേണം, അതുപോലെ തന്നെ പാക്ക് ചെയ്യാനായിട്ടുള്ള പാക്കിംഗ് കവറുകൾ വേണം. ഇതൊക്കെ എവിടെ നിന്നാണ് ലഭിക്കുക? നമുക്ക് പറയാനായിട്ട് വളരെ എളുപ്പമാണ്, പക്ഷേ ഈ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കിത് റീപാക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഈ ചന്ദനത്തിരികൾ നിർമ്മിച്ചിട്ടോ അല്ലെങ്കിൽ റീപാക്ക് ചെയ്തിട്ടോ നമ്മൾക്ക് മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഫുൾ സപ്പോർട്ട് നൽകുന്ന ഒരു കമ്പനിയാണ് 7 ഇൻസെൻസ് എന്ന സ്ഥാപനം. അവർ നമ്മൾക്ക് ചന്ദനത്തിരി നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മെഷീൻസും അതെല്ലാം നമ്മൾ റീപാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനാവശ്യമായിട്ടുള്ളതെല്ലാം നമുക്ക് ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ റോ മെറ്റീരിയൽസും ഇവർ തന്നെ നമുക്ക് തരുന്നുണ്ട്. ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ചും ഈ ഒരു ബിസിനസിനെ കുറിച്ചും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാം. ആദ്യം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ചന്ദനത്തിരി നിർമ്മിച്ച് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, ചന്ദനത്തിരി നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത് അറക്കപ്പൊടി, ചാർക്കോൾ പൗഡർ, അതായത് കരിപ്പൊടി, ജോസ് പൗഡർ നമ്മൾ ഉപയോഗിക്കുന്നത് ചന്ദനത്തിരി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വെള്ളം, DEP ഓയിൽ, പെർഫ്യൂം, ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഈ ചന്ദനത്തിരി നിർമ്മിക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഇനി ഈ ചന്ദനത്തിരി നിർമ്മിക്കാനായിട്ട് നമുക്ക് കുറച്ച് മെഷീൻസിന്റെ ആവശ്യമുണ്ട്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മിക്സർ മെഷീനാണ്. ഈ ഒരു മിക്സർ മെഷീനിലോട്ട് ഈ റോ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ നിശ്ചിത അളവിൽ ആഡ് ചെയ്യാണ് വേണ്ടത്. മിനിമം 4 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു ചന്ദനത്തിരി നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മിക്സർ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ചന്ദനത്തിരി മേക്കിംഗ് മെഷീനാണ് നമുക്ക് വേണ്ടത്. ചന്ദനത്തിരി മേക്കിംഗ് മെഷീനകത്ത് ഒരു സിൽവർ ബക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ആ സിൽവർ ബക്കറ്റിനകത്തോട്ട് നമ്മൾ ഈ മിക്സർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡിലായിട്ട് ഒരു റോക്കറ്റ് ഡൈസെറ്റ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓട്ടോ ഫീഡറും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓട്ടോ ഫീഡർ കിറ്റിലാണ് നമ്മൾ ബാംബു സ്റ്റിക്ക് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അത് പല സൈസിലുള്ള ബാംബു സ്റ്റിക്ക് ഉണ്ടാവും. നമ്മൾ ഓട്ടോ ഫീഡർ ഓൺ ആക്കുമ്പോൾ തന്നെ സ്റ്റിക്ക് പുറത്തോട്ട് വളരെ ശക്തിയായിട്ട് വരാനായിട്ട് തുടങ്ങും. 1 മണിക്കൂറിൽ നമുക്ക് കിലോ കണക്കിന് ചന്ദനത്തിരികൾ നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ 8 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 60 കിലോ തൊട്ട് 120 കിലോ വരെയുള്ള ചന്ദനത്തിരികൾ നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഡ്രൈ ചെയ്യാനായിട്ടുള്ള ഡ്രയർ ആണ്. ഇനി നമ്മൾ 20 കിലോയിൽ താഴെയാണ് ഈ ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്നത് എങ്കിൽ നമുക്കത് നിവർത്തിയിട്ടിട്ട് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ 20 കിലോയ്ക്ക് മുകളിലാണ് ചന്ദനത്തിരി പ്രൊഡക്ഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഡ്രയർ ആവശ്യമാണ്.
ആ ഡ്രയറിന്റെ മുകളിലുള്ള എക്സ്ഹോസ്റ്റ് ഫാൻ ഈർപ്പം വലിച്ചെടുക്കുന്നതാണ്. അതിനനുസരിച്ച് നമ്മുടെ ചന്ദനത്തിരി നമുക്ക് ഡ്രൈ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റോ അഗർബത്തിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ പെർഫ്യൂംസ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഫ്ലേവറുകളൊന്നും തന്നെ വരുന്നില്ല. ഇനി നമുക്ക് ഇതിലോട്ട് പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിന്, അതായത് ഈ മെഷീൻസ് ഒന്നും വാങ്ങാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു എമൗണ്ട് ഇല്ല എങ്കിൽ നമുക്ക് ഈ റോ അഗർബത്തി ഇൻസെൻസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. ഇങ്ങനെ റോ അഗർബത്തി നമ്മൾക്ക് വാങ്ങിച്ചു അതിന്റെ പെർഫ്യൂം നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ പെർഫ്യൂമും ഈ DEP ഓയിലും കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ലൈനിയിൽ ഈ ഒരു റോ അഗർബത്തി നമ്മൾ മുക്കി വെച്ചാണ് ഇത്തരത്തിലുള്ള മണമൊക്കെയുള്ള ഈ ഒരു അഗർബത്തി നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് പ്രോസസ്സിലൂടെയും അഗർബത്തി നിർമ്മിച്ചെടുക്കാം. അതല്ല എങ്കിൽ റോ അഗർബത്തി വാങ്ങി അതിൽ പെർഫ്യൂം ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ബ്രാൻഡ് നെയിമിൽ നമുക്ക് പാക്ക് ചെയ്ത് വിൽക്കാം. ഇപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ അഗർബത്തി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. പാക്ക് ചെയ്യണമെങ്കിൽ പാക്ക് കവറുകളൊക്കെ ആവശ്യമാണ്. അതെല്ലാം നമുക്ക് ഈ സെയിം കമ്പനിയിൽ നിന്ന് തന്നെ വാങ്ങാനായിട്ട് സാധിക്കും. അവർ ഈ ചന്ദനത്തിരി നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്കറ്റിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ഇവർ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ പാക്കിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെ ചന്ദനത്തിരി നമ്മൾ മാർക്കറ്റിൽ എത്തിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കുക? നമുക്കറിയാം, നമ്മുടെ ലോക്കലായിട്ടുള്ള ഷോപ്പുകളിൽ വിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ ഓൺലൈനായിട്ട് എല്ലാം നമുക്ക് വിൽക്കാം. ഇനി അത് മാത്രമല്ല, നിങ്ങൾ സ്വന്തമായിട്ട് ചന്ദനത്തിരി നിർമ്മിക്കുകയാണ് എങ്കിൽ ഇത്തരത്തിൽ റീപാക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങും. അപ്പോൾ മറ്റു പ്രോഡക്റ്റുകൾ റീപാക്കിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ റീപാക്ക് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി നമുക്ക് നമ്മുടെ റോ അഗർബത്തി കൂടി അവർക്ക് വിൽക്കാനായിട്ട് സാധിക്കും. മെഷീൻ വാങ്ങാനായിട്ട് ഇപ്പോൾ എത്ര രൂപ ചെലവ് വരുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകാം. നമുക്ക് മെയിൻ ആയിട്ടുള്ള ചന്ദനത്തിരി നിർമ്മിക്കുന്ന മെഷീന് റേറ്റ് വരുന്നത് 75,000 രൂപയാണ്. മിക്സർ മെഷീന് റേറ്റ് വരുന്നത് 30,000 രൂപയാണ്. അതുപോലെ തന്നെ ഡ്രയറിന് ഒരു റേറ്റ് വരുന്നുണ്ട്. ഡ്രയറിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് റേറ്റ് ഡിഫറെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് സബ്സിഡി, ലോൺ ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു MSME സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. ലോണ്, സബ്സിഡി ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മുടെ ജില്ലാ വ്യവസായ ഓഫീസിലാണ് നമ്മൾ സമീപിക്കേണ്ടത്. ഈ ഒരു ബിസിനസ്സിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇന്ന് മാർക്കറ്റിൽ 10 രൂപയ്ക്ക് കിട്ടുന്ന ചന്ദനത്തിരി നമുക്ക് 3 രൂപ ചെലവിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആർക്കെങ്കിലും ചന്ദനത്തിരി സ്വന്തമായിട്ട് നിർമ്മിച്ചോ അല്ലെങ്കിൽ റീപാക്ക് ചെയ്തോ മാർക്കറ്റിൽ ഇറക്കണമെങ്കിൽ ഈ കമ്പനിയുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട എന്ന സ്ഥലത്താണ് വരുന്നത്. 7 ഇൻസെൻസ് എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര്. അപ്പോൾ ചന്ദനത്തിരികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും, എല്ലാ റോ മെറ്റീരിയൽസും, എല്ലാ മെഷീൻസും, എല്ലാ പാക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അവരുടെ ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പ്, ഇതിന്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. അവരുടെ കോൺടാക്ട് നമ്പറും ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഇനി ഞാൻ നല്ല നല്ല പുതിയ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.